അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്, വളരെ പരിചിതമായിട്ടുള്ളൊരു കഥാപാത്രവുമാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 22 വാക്യം. ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 22. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരും. യോസെഫിനെ കുറിച്ച് പിതാവ് അനുഗ്രഹവാചകങ്ങൾ ചൊരിയുന്ന വാക്കുകളാണിത്. ഈ വാക്യം മാത്രമല്ല, ഈ വാക്യം തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ യോസെഫ് തൻ്റെ അന്ത്യനാളുകളിൽ യോസെഫിനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ വചനങ്ങളാണ്. യോസെഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫലപ്രദമായ ഒരു വൃക്ഷം എന്നാണ്. ഈസ് എ ഫ്രൂട്ട്ഫുൾ ബൗ ബൈ ദി വെൽ. ഉറവിൻ്റെ അരികെയുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു വൃക്ഷം. ഉറവിൻ്റെ അരികെ മാത്രമല്ല, ഇതിൻ്റെ ശിഖരങ്ങൾ അതിൻ്റെ മതിലിന്മീതെ പടരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മതിലിൻ്റെ മീതെയും മതിലിനപ്പുറത്തുമൊക്കെ ഫലം നൽകുന്ന ഒരു വൃക്ഷം. യോസേഫിനെ കുറിച്ച് ഇതിൽ പരം മനോഹരമായിട്ട് ചിത്രീകരിക്കുവാനൊരു ചിത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. യോസേഫ് ജനിക്കുന്ന സമയത്ത് തൻ്റെ മാതാവ് റാഹേൽ യോസേഫിനെ പേരിടുന്ന സമയത്ത് യോസേഫ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഹി ആഡ്സ്, ഹി ഇൻക്രീസസ്, അവൻ വർദ്ധിപ്പിക്കുന്നവനാണ്, വർധനവിനെ നൽകുന്നവനാണ് എന്നുള്ള ആശയമാണ് യോസേഫ് എന്നുള്ള വാക്കിൽ തന്നെ ഉള്ളത്. എന്നാൽ ആ കുടുംബത്തിൻ്റെ, ആ പിതാവിൻ്റെ അന്ത്യനാളുകളിൽ യോസേഫിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവൻ ഫലപ്രദമായിട്ടുള്ള ഒരു വൃക്ഷം. അവൻ്റെ ഫലം അവൻ്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല, അവൻ്റെ ദേശത്തിനകത്ത് മാത്രമല്ല, ആ മറുദേശത്തും മിസ്രൈമിലും ഫലം നൽകുന്ന ഒരനുഭവം, ഫലപ്രദമായിട്ടുള്ള ഒരു വൃക്ഷം. എന്തുകൊണ്ട് യോസേഫ് ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറി? എന്താണ് യോസേഫിൻ്റെ ജീവിതത്തിലെ ഫലപ്രാപ്തിയുടെ രഹസ്യം? വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഹിസ് ഫ്രൂട്ട്ഫുൾനെസ്? അവൻ്റെ ഫലപ്രാപ്തിയുടെ സീക്രട്ട് എന്താണ്? ഒരുപക്ഷെ പലപ്പോഴും ലോകപ്രകാരം വിജയങ്ങളെയും വിജയ ജീവിതങ്ങളെയും അപഗ്രഥിക്കുമ്പോൾ അവൻ്റെ ജീവിത രഹസ്യം, വിജയ രഹസ്യം എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്ന് നമ്പറിടാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നവനാണ്, അത്യധ്വാനം ചെയ്യുന്നവനാണ്, അവൻ നന്നായിട്ട് പഠിക്കുന്നവനാണ്, അവൻ മിടുക്കുള്ളവനാണ്, അവനൊരു നേതാവാണ്, ലീഡറാണ് എന്നൊക്കെ പറഞ്ഞ് വിജയങ്ങളെ, അതിൻ്റെ കാരണങ്ങളെ നിരത്തുമ്പോൾ യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ഏക രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള തൻ്റെ മനോഭാവമാണ്. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ സാധിക്കും. യോസേഫിൻ്റെ ജീവിതം ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതിനിടയിൽ ആത്യന്തികമായിട്ട് ഒരു നൂൽ കോർത്തിണക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുതലുകളെ അതിൻ്റെ നൂലുകളിൽ വളരെ ചിത്രങ്ങൾ ചാർത്തുമാറ് കോർത്തിണക്കിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഓക്കെ, 39 അധ്യായം 2 വാക്യം. ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സ് 2. യഹോവ അവനോടുകൂടെ ഉള്ളതിനാൽ കൃതാർത്ഥനായി. അതിന്റെ 21 വാക്യം വായിച്ചോളൂ. 39:21. യോസേഫിനോട് കൂടെ ഇരുന്നു. 42:18 വായിച്ചേ. 42:18. ജെനസിസ് 42:18. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സഹോദരന്മാരോട് പറയുകയാണ്. 3 ദിവസം അവരെ പിടിച്ച് തടവിലാക്കിയിട്ട് പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അല്ലെ, ഇനി ഫറവോൻ എന്താ പറയാനുള്ളതൊക്കെ? അല്ല, പോത്തീഫർ 39:3 വാക്യം വായിച്ചോളൂ. പോത്തീഫറിന് യജമാനൻ കണ്ടു, പോത്തീഫർ കണ്ടു, യഹോവ അവനോട് കൂടെ ഉണ്ട്, പിന്നെ അവൻ ചെയ്തതൊക്കെ യഹോവ ഫലപ്രാപ്തിയിലേക്ക് വരുത്തുന്നു എന്ന് യജമാനൻ കണ്ടു. അല്ലെ, ഇനി 39:9 യോസേഫിന്റെ അകത്തെ അവന്റെ ചിന്താഗതി എന്താണ്? ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ജീവിതത്തിന്റെ ഏറ്റവും രഹസ്യമായിട്ടുള്ള തലങ്ങളിൽ താൻ ദൈവത്തോട് പുലർത്തുന്നത്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? 16 സങ്കീർത്തനത്തിൽ ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവനെൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഈ ദൈവത്തെ മുൻപിൽ വച്ചിരിക്കുക മാത്രമല്ല, വലത്തുഭാഗത്ത് കാണുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ ഇടപാടുകളിൽ പോലും ദൈവത്തോട് ഞാൻ എങ്ങനെയാണ് പാപം
ചെയ്യുന്നത്. എങ്ങനെ യോസേഫ് ഫലപ്രദമാകാതിരിക്കും? ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവത്തെ കാണുന്ന, ഇനി ഫറവോനോട് ചോദിച്ചാൽ പറയും, ദൈവാത്മാവുള്ള ഈ പുരുഷനെ പോലെ മറ്റൊരുത്തനെ കാണാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം എന്ന് പിതാവ് അനുഗ്രഹിച്ച് പറഞ്ഞെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീരുവാൻ തക്കവണ്ണം യോസേഫിൻ്റെ ജീവിതത്തിൽ ഉടനീളം നാം കാണുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യവും ദൈവ ഭയവും ദൈവത്തിൻ്റെ സഹായവുമായിരുന്നു. എന്താ തൽക്കാലം ഫലപ്രദമായ വൃക്ഷമായിട്ട് തീരുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ രഹസ്യം യോസേഫിന് നമ്മോട് പറഞ്ഞു തരുവാനായിട്ടുള്ളത് യഹോവയെ എപ്പോഴും മുമ്പിൽ കാണുക, യഹോവയിൽ എപ്പോഴും ആശ്രയിക്കാം, യഹോവയെ ഭയപ്പെടുക, രഹസ്യ തലങ്ങളിലും ദൈവത്തെ കാണുവാനായിട്ട് ഇടവരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നാം ഫലപ്രദമായിട്ടുള്ള വൃക്ഷം പോലെ ആയിരിക്കും. അല്ലേ? സങ്കീർത്തനം 1 നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലപ്രദമായ വൃക്ഷമായിരിക്കണം. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ചിന്ത എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇവൻ ഫലപ്രദമായിട്ട് തീർന്നത്? അറുത്തിട്ട കറ്റകളെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഒന്ന് വായിക്കാം. 37-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 6 and 7. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അവന് നൽകിയ ദർശനം ഇതാണ്, 6-7 വാക്യങ്ങൾ. കേട്ടുകൊള്ളുവേൻ. അപ്പോൾ ഒരു കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നമസ്കാരം. ഇത് ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നത്തിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. ഇത് യോസേഫ് താൻ കാണുന്ന ആദ്യത്തെ സ്വപ്നമാണ്. സ്വപ്നം കണ്ട ഉടൻ സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു. എന്താ സിറ്റുവേഷൻ? സഹോദരന്മാരും യോസേഫും എല്ലാം കൂടെ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അല്ലേ? കറ്റ കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ എന്ത് ചെയ്യും? കതിര് വെട്ടിയെടുത്ത് കതിര് കൊണ്ട് തന്നെ ഒരു ചുറ്റുകെട്ടും കെട്ടി അങ്ങോട്ട് ഇടുകയാണ്. വെട്ടി മാറ്റിയിട്ടിരിക്കുകയാണ് കറ്റകൾ. അല്ലേ? ആ കറ്റക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? യോസേഫിന്റെ കറ്റ എന്ത് ചെയ്തു? നിവർത്തി നിൽക്കുകയാണ്. വെട്ടിയിട്ട കറ്റകളെ നിവർത്തി നിർത്തണമെങ്കിൽ ആരെങ്കിലും എടുത്ത് നിവർത്തി നിർത്തണം. അല്ലെ? ഈ കറ്റയ്ക്ക് തനിയെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാനാകുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ വെട്ടി വീഴ്ത്തപ്പെട്ടവനാണ്, വെട്ടിയിടപ്പെട്ടവനാണ്. ആ വെട്ടിയിടപ്പെട്ട യോസേഫ് എന്ന കറ്റയെ നിവർത്തി നിൽക്കുമാറാക്കിയ ഒരു ദൈവമുണ്ട്. നിവർത്തി നിൽക്കുമാറാക്കിയ ഒരു ദൈവമുണ്ട്. ഇവിടെ നാം മറന്നു പോകരുത്. പലപ്പോഴും നാം വെട്ടി വീഴ്ത്തപ്പെട്ടവരാകാം. യോസേഫ് ആദ്യമായി വെട്ടി വീഴ്ത്തപ്പെട്ടത് എവിടെയാ? സഹോദരന്മാരാലാണ്. അല്ലേ? സഹോദരന്മാർ ആഞ്ഞാഞ്ഞ് വെട്ടി. അല്ലേ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അല്ലേ? അവന്റെ പേര് പോലും വിളിക്കാൻ അവർക്ക് സ്നേഹം തോന്നിയില്ല. അല്ലേ? ദോഥാനിലേക്ക് വന്ന സമയത്ത് സഹോദരന്മാർ അവനെ വിളിച്ചൊരു പേരുണ്ട്, സ്വപ്നക്കാരൻ. യോസേഫിന്റെ പേരില്ലേ? വീട്ടിൽ ബാക്കി 11 പേർക്കും ആ പേരറിയില്ലേ? ദേ നമ്മുടെ സഹോദരൻ യോസേഫ് വരുന്നു എന്ന് പറയുന്നതിന് പകരം അവനെ വിളിച്ച ഒരു പേരുണ്ട്, സ്വപ്നക്കാരൻ. അല്ലെ? ഇനി ഇതേ സഹോദരന്മാർ ധാന്യം വാങ്ങുവാനായിട്ട് മിസ്രൈമിലേക്ക് കടന്നു പോയപ്പോൾ യോസേഫിനോട് തന്നെ സഹോദരന്മാർ പറയുന്നുണ്ട്, ഒരുത്തൻ ഞങ്ങളോട് കൂടെ, ഒരുത്തൻ അവിടെ ഇല്ല. ആരാ ഒരുത്തൻ? യോസേഫിന്റെ പേര് പറഞ്ഞുകൂടായിരുന്നോ? യോസേഫിന്റെ എന്ന പേര് പറഞ്ഞുകൂടായിരുന്നോ? പറയാമായിരുന്നു. അല്ലേ? എന്നാൽ യോസേഫിനോട് സഹോദരന്മാർ പറയുകയാണ് ഒരുത്തൻ. ഇന്നും ചിലപ്പോഴൊക്കെ നമ്മളെ മറുപേര് വിളിക്കാറുണ്ട്. അല്ലേ? എന്താ? ഒരുത്തൻ, ഒരുത്തൻ. പല ആവർത്തി കേട്ടിട്ടുണ്ട്, ഒരുത്തൻ. അല്ലേ? ഇനി അപ്പനോട് ചെന്ന് പറയുന്ന ഈ മക്കളിൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പനോട് ഈ മക്കളിൽ ചെന്ന് പറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രമൊക്കെ എടുത്ത് രക്തമൊക്കെ പുരട്ടി കൊണ്ട് കാണിച്ചിട്ട് പറയുകയാണ്, ഈ അങ്കി നിന്റെ മകന്റെ അങ്കി തന്നെയാണ്. എന്താ?
നിന്റെ മകൻ. 3 പേര് ഞാൻ പറഞ്ഞു. സ്വപ്നകാരൻ, ഒരുത്തൻ, നിന്റെ മകൻ. പേർ വെട്ടിയവനാണ്. അവന്റെ ജീവിതം പോലും വെട്ടിമാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, അവന്റെ പേരും വെട്ടി. അവന് പേരൊന്നുമില്ല. ഇനി അവനെ പേര് വിളിക്കാനായിട്ട് സമ്മതമല്ല. പലപ്പോഴും ചോദിക്കാറുണ്ട് ഹൂ ആർ യു എന്ന്. പേരെന്താണെന്ന് മറന്നുപോയി. അതുവരെ സഹോദര സഹോദര എന്ന് വിളിച്ചവരൊക്കെ ഇപ്പോൾ ഒരുത്തൻ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വെട്ടപ്പെട്ടവനാണ്, പേർ വെട്ടപ്പെട്ടവനാണ്. മാത്രമല്ല 20 വെള്ളിക്കാശിന് വില മതിച്ച് വിറ്റവനാണ്. എത്ര വെള്ളിക്കാശ? 20 വെള്ളിക്കാശ് അല്ലേ? യോസേഫിന്റെ കറ്റ വെട്ടപ്പെട്ട കറ്റയാണ്. 20 വെള്ളിക്കാശിന് തൂക്കി വിറ്റതാണ്. മിസ്രൈമില് ധാന്യം കൊള്ളുവാൻ ചെന്നപ്പോൾ ഇവരില് ഒരാളുടെ ചാക്കിനകത്ത് ഒരു പാത്രം വെച്ചിരുന്നു. എന്ത് പാത്രമാണ്? എന്ത് പാത്രമാണ്? സ്വർണ്ണപാത്രമാണോ? വെള്ളിപ്പാത്രം അല്ലേ? 44:2 വായിച്ച്. 44:2. ഇളവന്റെ ആ ധാന്യത്തിന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള പാത്രം. ആരുടെ പാത്രം അത്? താഴെ എന്തോ പറഞ്ഞിരിക്കുന്ന ആ പാത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പാനപാത്രം. യോസേഫിന്റെ പാനപാത്രമാണ് അല്ലേ? വീണ്ടും താഴോട്ട് വായിച്ചാൽ അത് എന്തിനാ ഉപയോഗിച്ചിരുന്നത്? ഒന്ന്, യോസേഫ് പാനം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചതാണ് അല്ലേ? രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. യോസേഫ് ലക്ഷണം പറയുവാനായിട്ട് നോക്കുന്ന പാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൽ നോക്കിയിട്ടാണ് യോസേഫ് ചില കാര്യങ്ങളൊക്കെ അർത്ഥം പറയുന്നത് അല്ലേ? എത്ര വെള്ളിക്കാശാണ് യോസേഫിന്റെ വില? 20 വെള്ളിക്കാശ്. 20 വെള്ളിക്കാശ് വിലമതിച്ചവൻ ഇപ്പോൾ വെള്ളിപ്പാത്രത്തിലാണ് വെള്ളം കുടിക്കുന്നത്. ആ പാത്രം സഹോദരന്മാരുടെ ചാക്കിന്റെ വായ്ക്കൽ കെട്ടിവെക്കുകയാണ്. ആരെ ഇങ്ങനെ ആക്കി തീർത്തത്? 20 വെള്ളിക്കാശിന് ദാസനായിട്ട് വിറ്റുവെങ്കിൽ അവനെ വെള്ളിപ്പാത്രത്തിൽ പാനം ചെയ്യുന്നവനാക്കി തീർക്കുന്നവനാണ് നമ്മുടെ ദൈവം. മാത്രമല്ല ഇവൻ നിലയെങ്കിൽ അഴിക്കപ്പെട്ടവനാണ് അല്ലേ? സഹോദരന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവന്റെ വിവിധ വർണ്ണഖചിതമായിട്ടുള്ള നിലയെങ്കി അവർ ഊരി മാറ്റി. എന്താ? ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സഹോദരന് കളർഫുൾ ആയിട്ടൊരു ഡ്രസ്സുണ്ട്. ഇത് കാണുമ്പോൾ ബാക്കി എല്ലാവരെയും ചങ്കിടിക്കുകയാണ്. അസൂയ. ഇത് കണ്ടിട്ട് അവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. അവനോട് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് കാര്യം പറഞ്ഞാലും അസൂയയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ടാർഗറ്റ് ചെയ്തത് എന്താണ്? അവന്റെ വസ്ത്രം ഒന്ന് ഊരി മാറ്റണം. ആ വസ്ത്രം അവർക്ക് ഉടുക്കാൻ വേണ്ടിയിട്ടാണോ? ഉടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. എന്നാൽ ആരെങ്കിലും ഒരാൾ ഉടുത്താൽ മതിയായിരുന്നു. എന്നാൽ ആ വസ്ത്രത്തെ രക്തം കൊണ്ട് പുരട്ടിയിട്ട് പിതാവിന്റെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് നിന്റെ മകനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറി എന്ന് തെളിയിക്കുവാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് അത് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇതേ യോസേഫിനെ ദൈവം സരപ്പളി അണിയിക്കുകയാണ് അല്ലെ? മാർദ്ദവമുള്ള വെണ്മയുള്ള നേർമയുള്ള വസ്ത്രം ധരിച്ച് ഫറവോന്റെ കൊട്ടാരത്തിലാക്കി തീർക്കുകയാണ്. വെട്ടപ്പെട്ട കറ്റയെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കാത്ത ചുറ്റുപാടുകളിൽ നാം ആക്കപ്പെട്ടിരിക്കാം. പ്രതീക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടുചെന്ന് വിട്ടുവെന്ന് വന്നേക്കാം. നാം ചെയ്യാത്ത കുറ്റത്തിന് നാം പീഡിപ്പിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. നമ്മെ സംശയിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ചുറ്റുപാട് ഉണ്ടായി എന്ന് വന്നേക്കാം. ഭാരപ്പെടേണ്ടതില്ല. യോസേഫിന്റെ കറ്റയെ നിവർത്തി നിർത്തുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവം. ഈ സഹോദരന്മാരുടെ കുമ്പസാരം കൂടെ ഒന്ന് വായിച്ചേക്കാമേ. ഈ സഹോദരന്മാർ പിന്നത്തേതിൽ കുറെ കാലമൊക്കെ കഴിഞ്ഞു, കുറെ കാലമൊക്കെ അവര് വിജയിച്ചു, കുറെ കാലമൊക്കെ അവരുടെ പദ്ധതികളൊക്കെ നടപ്പിലായി. എന്നാൽ അവരുടെ കുമ്പസാരം 42-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഈ സഹോദരന്മാർ യോസേഫിന്റെ മുമ്പ് വന്ന് കുമ്പസരിക്കുകയാണ്. അന്നൊന്നല്ല, യോസേഫ് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. യോസേഫ് കേട്ടിട്ടും യോസേഫ് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വമേധയ അവർ പറയുന്ന കുമ്പസാരത്തിന്റെ വാക്കുകളാണ്. 42-ന് 21-22. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം
നാം കണ്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ വാക്ക് വളരെ നാം പലപ്പോഴും ആ ചരിത്രം വായിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. യോസേഫ് വന്നു, ഇവർ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചു, എടുത്ത് കുഴിയിലിട്ടു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇൻ ബിറ്റ്വീൻ, അതിനിടയിൽ ഈ സഹോദരൻ, ഈ യോസേഫ് സഹോദരന്മാരുടെ മുമ്പാകെ കെഞ്ചിയപ്പോൾ അവന്റെ പ്രാണസങ്കടം നാം കണ്ടില്ലല്ലോ. ഈ അവസ്ഥയിലൂടെ യോസേഫ് കിടന്നു. വീണ്ടും വായിക്കാം, അതിനോട് ചേർന്ന്. അവന്റെ അപേക്ഷ ഞങ്ങൾ കേട്ടില്ലല്ലോ, പിന്നെ അതുകൊണ്ടാണ് ഈ ദുര്യോഗം വന്നിരിക്കുന്നത്. നോക്കണേ, ക്ഷാമകാലത്ത് ഈ അനുജന്റെ അടുക്കൽ ചെന്നിട്ട് ഭക്ഷണത്തിനായിട്ട് ഇരക്കുന്നുണ്ട്. അവിടെ അനേക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പഴയ ചരിത്രങ്ങൾ ഓർമ്മ വന്നിട്ട് ഇത് അവരയവിറക്കുകയാണ്. അയ്യോ, നമ്മൾ തെറ്റിപ്പോയല്ലോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ഇതിന് കുറെ കാലങ്ങളെടുത്തു. ഇതിനിടയിൽ അനേക കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, അല്ലേ? യോസേഫിന്റെ സാക്ഷ്യം ഇതിന്റെ മറുവശത്ത് നിൽക്കുകയാണ്. 45-4 മുതൽ 9 വാക്യങ്ങൾ വായിക്കാമോ? യോസേഫ് സാക്ഷ്യം. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും ഇത്രയധികം വെട്ടപ്പെടലുകൾ തനിക്കുണ്ടായിട്ടും ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. അല്ലേ? ഈ പേര് പറയാൻ മടിയുള്ളവരുടെ മുമ്പാകെ യോസേഫ് തന്റെ പേര് പറയുകയാണ്. വെറുതെ പേരെന്ന് പറയുകയല്ല. നിങ്ങൾ എന്താ ചെയ്തത്? ആ ചെയ്ത യോസേഫാണ് ഇതേ നിൽക്കുന്ന ഞാൻ. ആ പേര് അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും വായിച്ചോളൂ. നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. വായിച്ചോളൂ. ഇനി 5 വർഷം കൂടെ ഉണ്ട്. 2 വർഷമേ ആയിട്ടുള്ളൂ. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ഓക്കെ. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും ഇസ്രായേൽദേശത്തിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. ഓക്കെ, 9 അവസാന ഭാഗം. ഓക്കെ, ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. പിള്ളേർ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ 4 പ്രാവശ്യം ആവർത്തിച്ച് കാണുന്ന ഒരു പദമുണ്ട്. യോസേഫിന്റെ സാക്ഷ്യത്തിനകത്ത് 4 പ്രാവശ്യം ആവർത്തിച്ച് കാണുന്ന ഒരു പദമുണ്ട്. എന്താ ആ പദം? ദൈവം. അല്ലെ? ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. 4 പ്രാവശ്യം. നമ്മളൊക്കെ സാക്ഷ്യം പറയുന്നവരാണല്ലോ. നമ്മളെല്ലാവരും സാക്ഷ്യം പറയുന്നവരാണല്ലോ. നമ്മുടെ സാക്ഷ്യത്തെ കാച്ചിക്കുറുക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ദൈവം ഉണ്ടായിരിക്കും? It is God who makes us stand before the people. It is God who makes us stand firm. ഉറച്ചു നിൽക്കുവാനായിട്ട്, എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് എന്നെ സജ്ജമാക്കുന്നത് ദൈവമാണ്. നമ്മൾ എത്ര പേര് അത് മനസ്സിലാക്കുന്നുണ്ട്? റോമാലേഖനം 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കൂട്ടുകാരനോടുള്ള അല്ലെങ്കിൽ സഹോദരനോടുള്ള ബന്ധത്തിൽ അവനെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അല്ലേ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ നോക്കി നിങ്ങൾ വീഴ്ത്തപ്പെടേണ്ടവരല്ല. 14-ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 14:4. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ അത്രേ. വീണ്ടും, അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഈ കറ്റയെ നിർത്തുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ എളിയ ദാസന്മാരെ, എളിയ ദൈവ മക്കളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വിധിക്കരുത്. അവർ നിൽക്കും താനും. അല്ലെ? മറ്റൊരുത്തരുടെ ദാസനെ വിധിപ്പാൻ നീ ആർ?
അവരെ നിർത്തുമാറാക്കാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, നമ്മെ നിർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. വീഴുവാൻ തക്കവണ്ണം തള്ളിയാലും തള്ളപ്പെട്ടാലും നിലംപരിചാക്കുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. വെട്ടിയെറിയപ്പെട്ട അറുത്തിട്ട കറ്റകളെ നിവർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ യോസേഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. യു മെയ്ഡ് ഇറ്റ് ഫോർ ഈവിൾ ബട്ട് ഗോഡ് മെന്റ് ഇറ്റ് ഫോർ ഗുഡ്. ദോഷത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ് ഈ യോസേഫിനോട് ചെയ്തതെല്ലാം ദോഷത്തിന് വേണ്ടിയാണ്. ദി ഇന്റൻഷൻ വാസ് ടു ഗീവ് ദം, അല്ലെങ്കിൽ അവനെ ഈവിൾ വരട്ടെ, അവന് ദുഷ്ടത വരട്ടെ, അവന് ദോഷം വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ യോസേഫിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും തിരിച്ച് ഈ ചെയ്തവരോട് ഒരു ദോഷം ചെയ്തതായിട്ട് യോസേഫിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ദോഷം ചെയ്തതായിട്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നന്മ ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. ദോഷത്തിന് പകരം ദോഷം ചെയ്യേണ്ടത് ആവശ്യമില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു മാതൃകയായിട്ട് യേശു കർത്താവിനെ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ക്രിസ്തു നിങ്ങൾക്ക് ഒരു മാതൃക വെച്ചേറ്റ് പോയിരിക്കുന്നു. എന്താ മാതൃക? അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം വരാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ പറയും. ഇതാണ് മാതൃക. അങ്ങനെയാണെങ്കിൽ യോസേഫിന്റെ മാതൃകയും യേശു കർത്താവിന്റെ മാതൃകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാതൃകയാണ് forgiveness, ക്ഷമിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതവസ്ഥയിലൂടെ നാം കടന്നു പോയാൽ വീഴ്ത്തപ്പെട്ട കറ്റകൾ നിവർന്നു നിൽക്കുമാറാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മോശയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. അഹ്റോനും മിരിയാമും ഒക്കെ കൂടി മോശയുടെ മുമ്പാകെ നിന്നിട്ട് മോശയെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. ദൈവം നിന്നോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, ഞങ്ങളോടും സംസാരിച്ചിട്ടില്ലയോ? ഞങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെക്കാൾ 14 വയസ്സ് മൂപ്പുള്ളവരാണ്, അല്ലേ? 14 കുറച്ച് മൂത്ത ആളാണല്ലേ അഹ്റോനും. പിന്നെ മിരിയാമും ചേച്ചിയാണല്ലേ? ചേച്ചിയാണ്. ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരല്ലയോ? ദൈവം ഞങ്ങളോട് അരുളി ചെയ്തിട്ടില്ലയോ? നിന്നോട് മാത്രമേ ദൈവം അരുളി ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ പറഞ്ഞപ്പോൾ മോശ മിണ്ടാതെ നിൽക്കുകയാണ്, മൗനമായിട്ട് നിൽക്കും. ഒന്നും പറഞ്ഞു. നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ദൈവം മോശയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിങ്ങൾ മോശയെ ഭയപ്പെടാത്തതുണ്ട്, അവൻ എൻ്റെ ദാസനാകും. മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെയല്ല ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരോട് മുഖം മറച്ചിട്ടല്ലെങ്കിൽ മറപൊരുളായിട്ട് സംസാരിച്ചുവെങ്കിൽ ഞാൻ മോശയോട് മുഖാമുഖമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അവനെ ഭയപ്പെടാത്തത് എന്ത്? പ്രിയമുള്ളവരെ, വെട്ടി വീഴ്ചപ്പെട്ട കറ്റയെ നിവർന്നു നിൽക്കുവാനായിട്ട് സജ്ജമാക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമതായിട്ട് കുണ്ടറയിൽ അടയ്ക്കപ്പെട്ടതിനെ കൊട്ടാരത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു ദൈവമാണ്. കുണ്ടറയിൽ അടയ്ക്കപ്പെട്ടതിനെ കൊട്ടാരത്തിൽ എഴുന്നള്ളിക്കുന്ന ദൈവമാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്താണ്? അറുത്തിട്ട കറ്റകളെ നിവർത്തുന്ന ഒരു ദൈവമാണ് യോസേഫിനെ നിൽക്കുമാറാണ്. രണ്ടാമതായിട്ട് പറയുന്നത് കുണ്ടറയിൽ അടയ്ക്കപ്പെട്ടത്. നമുക്കറിയാം, പോത്തിഫറിന്റെ വീട്ടിലേക്ക് യോസേഫ് കടന്നു വരികയാണ്. എന്തായിട്ടാണ് കടന്നു വരുന്നത്? ഒരു അടിമയായിട്ടാണ് വരുന്നത്. അപ്പൻ്റെ വീട്ടിൽ മകനായിരുന്നു, അല്ലെ? സഹോദരന്മാരുടെ അടുക്കൽ വന്നിട്ട് അവനിപ്പോൾ മിസ്രൈമിലേക്ക് എത്തപ്പെട്ടു. മിസ്രൈമിലെ പോത്തിഫറിന്റെ വീട്ടിലേക്ക് അവൻ കടന്നു വരികയാണ്. ഇപ്പോൾ അവൻ മകനല്ല, പിന്നെയോ അടിമയാണ്. He was a slave. എന്ന് പറഞ്ഞാൽ പോത്തിഫർ ഒരു പക്ഷേ 25 വെള്ളിക്കാശിന് വാങ്ങിച്ചതായിരിക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ന്യായമായിട്ട് ഊഹിക്കാം. 5 വെള്ളിക്കാശിന് ലാഭമില്ലാതെ ഇവനെ വിൽക്കുമോ? ഇല്ല. മിനിമം ഒരു 25 വെള്ളിക്കാശെങ്കിലും പോത്തിഫർ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദാസനായിട്ട് എവിടെ നിൽക്കുകയാണ്? പോത്തിഫറിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ അവിടെ ഇതാ വലിയൊരു സംഭവം നടക്കുകയാണ്. ഒരു സംഭവം ഇല്ല, പക്ഷെ ഒരു വലിയ സംഭവം അവിടെ ഉണ്ടാക്കി. എന്താ വലിയ സംഭവം? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതാ ഒരു ഉടുപ്പും പിടിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുകയാണ്. ആരാ? പോത്തിഫറിന്റെ ഭാര്യ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഉടുപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? പോത്തിഫറിനെ കാണിക്കാൻ. എന്ത് കാണിക്കാനാ? എന്നിട്ട് തെളിയിക്കണം
എന്താ? ഈ ചെറുക്കൻ, ഈ അടിമ ചെറുക്കൻ എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്ന് തെളിയിക്കാനായിട്ട് ഒരു ഉടുപ്പുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ആ ഉടുപ്പിനെ പിടിച്ചപ്പോൾ ഉടുപ്പ് വിട്ടേച്ച് ഓടിയ ഒരുത്തരുണ്ട്. ആരാ? യോസേഫ്. ഈ യോസേഫ് ഓടുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? എൻ്റെ യജമാനനെ സകലത്തിനും അധികാരിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഒന്നും തന്നെ എനിക്ക് മുടക്കിയിട്ടില്ല. അല്ലേ? ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് എൻ്റെ യജമാനന് അറിയാം. ഈ വീട്ടിൽ യജമാനന്റെ ഇഷ്ടം മാത്രമേ നിവർത്തിക്കുവാനായിട്ട് ഒരു ദാസനാകുകയുള്ളൂ. ഒരു ദാസന്റെ എളിമയോടും ദാസന്റെ ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും കൂടെ ആ വീട്ടിൽ കഴിഞ്ഞ യോസേഫിനെ സംബന്ധിച്ചിടത്തോളം യോസേഫ് കാരാഗൃഹത്തിൽ അടയ്ക്കുവാനായിട്ട് കാരണമായി തീർന്നത് ഒരു ഉടുപ്പാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഉടുപ്പ് ഈ സ്ത്രീയുടെ കയ്യിലിരുന്നപ്പോൾ എന്തായിട്ട് മാറി? ഈ ഉടുപ്പ് യോസേഫിനെതിരെ ഒരു തെളിവായിട്ട് മാറി. യോസേഫിനെതിരെ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കുവാനായിട്ട് അത് കാരണമായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, യോസേഫിന് പോത്തിഫറിന്റെ മുമ്പാകെ ഒരു വാക്ക് പോലും പറയുവാനായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം കെട്ടിച്ചമയ്ക്കപ്പെട്ടതായിരുന്നെങ്കിൽ, എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു, അതിന് തെളിവായിട്ടൊരു ഫാബ്രിക് പോലും തെളിവായിട്ട് ഹാജരാക്കപ്പെട്ടപ്പോൾ അതിൻ്റെ മുമ്പാകെ ഒരു വാക്കും കുറിയാടാതെ, തൻ്റെ ന്യായവും നീതിയും തൻ്റെ നിഷ്കളങ്കതയും ബോധ്യപ്പെടുത്തുവാനായിട്ട് തുണിയാതെ എന്ത് ഈ യജമാനൻ നിശ്ചയിച്ചുവോ, എന്ത് ഈ കുടുംബം നിശ്ചയിച്ചോ അതനുഭവിക്കുവാനായിട്ട് സ്വതവേ വിടപ്പെടുകയാണ്. ഒരു കാരണവും അവനോട് ചോദിച്ചില്ല. നിന്റെ സത്യസന്ധമായിട്ടുള്ള മൊഴിയൊന്ന് തന്നാട്ടെ എന്ന് അവനോട് ചോദിച്ചില്ല. ഒരു കാരണവും ചോദിക്കാതെ അവനെ കുണ്ടറയിലേക്ക് വിടുകയാണ്. കുണ്ടറയിൽ ചെന്നിട്ടും അവൻ ഇതിൻ്റെ ന്യായങ്ങളോ യുക്തികളോ ഒന്നും തന്നെ പറയുവാനായിട്ട് അവനിട വന്നില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും ന്യായവാദം ചെയ്യാതെ കുണ്ടറയിൽ അവൻ കഴിയുകയാണ്. മാത്രമല്ല, തന്നോടുകൂടെ സഹതടവുകാരായിട്ട് രണ്ടുപേര് കടന്നു വന്നു. അവരുടെ ഏറ്റവും വിഷമസന്ധിയിൽ ദൈവത്തിൻ്റെ ആലോചന അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിടുവിക്കപ്പെടും, നീ ഫറവോന്റെ കൊട്ടാരത്തിൽ വീണ്ടും ഉദ്യോഗത്തിൽ നീ ചേരും, അവിടെ ചെല്ലുമ്പോൾ നീ എന്നെ ഓർക്കണം, നീ എന്നെ മറന്നു കളയരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ പോലും മറന്നു കളഞ്ഞപ്പോൾ ദൈവം അവനെ ഉയർത്തുകയാണ്. ഇന്ന് അവൻ കുണ്ടറയിലല്ല, ഇന്ന് അവൻ തെറ്റിദ്ധാരണയുടെ മുൻപിലല്ല, പിന്നെയോ ഇന്ന് അവൻ നിൽക്കുന്നത് എവിടെയാണ്? കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ അവനെ എഴുന്നള്ളിക്കുകയാണ്. ഇപ്പോൾ സല്യൂട്ട് ചെയ്യുന്ന ആരാന്നറിയാമോ? ഈ അകമ്പടി നായകൻ പോത്തിഫർ എന്ത് ചെയ്യുന്നുണ്ട്? യോസേഫിനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? തൊട്ട് മുമ്പ് കുണ്ടറയിൽ അടച്ചത് ആരാണ്? പോത്തിഫറാണ്. ഇന്ന് ഫറവോന്റെ മുമ്പാകെ എഴുന്നള്ളിക്കപ്പെടുമ്പോൾ പോത്തിഫർ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. പോത്തിഫറിനോട് എന്തെങ്കിലും ന്യായവാദം ഇനി യോസേഫിന് പറയേണ്ടതുണ്ടോ? ഒന്നും പറയേണ്ടതില്ല അല്ലേ? പോത്തിഫറിന്റെ ഭാര്യയോട് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഇല്ല. വർഷം ചിലത് കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് സത്യം, എന്താണ് വാസ്തവം എന്നുള്ളത് ദൈവം തെളിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത്തരത്തിൽ കുണ്ടറയിൽ നിന്ന് അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ അവൻ പാലിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദി ഫ്രൂട്ട്ഫുൾനെസ് വാസ് ത്രൂ എ റിഫൈൻഡ് ക്യാരക്ടർ. എന്തുകൊണ്ട് യോസേഫ് ഫലപ്രദമായിട്ടുള്ള വൃക്ഷമായിട്ട് തീർന്നു? അവൻ ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവൻ ഒരു റിഫൈൻഡ് ക്യാരക്ടറായിട്ട് മാറുകയാണ്. ആർക്കും ഒരു കുറ്റവും ന്യൂനതയും പറയുവാനില്ലാത്ത ഒരു വ്യക്തിത്വമായിട്ട് തൻ്റെ ക്യാരക്ടർ രൂപാന്തരപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഫലപ്രാപ്തിയിലേക്ക് വരുവാനായിട്ട് നാമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ റിഫൈൻഡ് ക്യാരക്ടർ, നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവം തെളിയിക്കുവാൻ ആവശ്യമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്യൂരിറ്റി ഇൻ ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ പ്യൂരിറ്റി, നിർമ്മലത കാത്തു സൂക്ഷിക്കുവാൻ യോസേഫിനായി. അതുകൊണ്ട് അവൻ ഫ്രൂട്ട്ഫുള്ളായിട്ട് തീർന്നു. എങ്ങനെയാ ആ നിർമ്മലത കാത്തു സൂക്ഷിച്ചത്? ഞാൻ ദൈവത്തോട്
വിരോധാഭാവം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ആ കൃത്യമായിട്ടുള്ള ബോധവും കാഴ്ചപ്പാടും തനിക്കുണ്ടായി. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തോടുള്ള കൃത്യമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മനോഭാവം വച്ചു പുലർത്തുവാൻ തനിക്ക് സാധിച്ചു. മറ്റുള്ളവരുടെ ആരോപണങ്ങളല്ല, പിന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പുലർത്തുന്ന ആ ക്ലാരിറ്റിയാണ്. അതാണ് എന്നെ ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് നയിക്കുന്നത്. ഇന്റഗ്രിറ്റി ഇൻ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളിൽ സുസ്ഥിരമായിട്ടുള്ള അതിനോടുള്ള ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുക, അതിനോടുള്ള പറ്റുമാനം കാത്തു സൂക്ഷിക്കുക. പോത്തിഫറിന്റെ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അത് സ്വതവേ തൻ്റെ ഗെയിന് വേണ്ടി എടുക്കുവാൻ താൻ ചെയ്തില്ല. ആ വീട്ടിലെ ഒരു കാര്യവും കവർന്ന് താൻ എടുത്തിട്ടില്ല. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു പോവുക. പ്രിയമുള്ളവരെ, നമുക്ക് അനേക ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ? ഉത്തരവാദിത്തം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളോട് ചോദിക്കാം അല്ലേ? നമുക്ക് അനേക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുക. ഒരുപക്ഷെ പഠന മേഖലയിലായിരിക്കാം, വിശ്വസ്തയോടുകൂടി ചെയ്യുക. ഒരുപക്ഷെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കാം, വിശ്വസ്തയോടുകൂടെ അത് ചെയ്യുക. ഒരുപക്ഷെ സഭാതലങ്ങളിലായിരിക്കാം, വിശ്വസ്തയോടുകൂടെ അത് ചെയ്യുക. അല്ല, ഔദ്യോഗിക തലങ്ങളിലാകട്ടെ, അവിടെ വിശ്വസ്തയോടുകൂടെ ചെയ്യുക. അത് ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് ദൈവം നമ്മെ നയിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഫെയ്ത്ത്ഫുൾനെസ് ഇൻ സ്മോൾ തിങ്സ്, നിസ്സാര കാര്യങ്ങളിൽ പോലും വിശ്വസ്തതയായിരുന്നു അല്ലേ? കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. എന്താ, ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തമാണോ? ഇല്ല, സഹതടവുകാരെ അവരുടെ മേൽനോട്ടം വഹിക്കും. നമുക്ക് തോന്നും, നമുക്ക് വല്ല കലവറയുടെ ചാവിയൊക്കെ തന്നെങ്കിൽ കർത്താവേ, എനിക്ക് കലവറയുടെ ചാവിയെങ്കിൽ ഞാൻ നന്നായിട്ട് അടിക്കുക. ഈ കള്ളന്മാരെ നോക്കുന്ന കാര്യേ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏൽപ്പിച്ചത് കാരാഗ്രഹത്തിൽ. അതുപോലെ വിശ്വസ്തയോടുകൂടെ താൻ ചെയ്യുകയാണ്. പേഷ്യൻസ് ഇൻ വെയിറ്റിംഗ്. വർഷം ചിലത് കഴിഞ്ഞു അല്ലേ? ഈ കൂടെ വന്ന തടവുകാരൊക്കെ പോയി. വീണ്ടും അവൻ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ വിടുതൽ? ഞാൻ പാപം ചെയ്തിട്ടല്ലോ, കുറ്റം ചെയ്തിട്ടല്ലോ ഇവിടെ. അതിനുവേണ്ടി വിശ്വസ്തയോടുകൂടെ താൻ പേഷ്യൻസോടുകൂടെ കാത്തു നിൽക്കുകയാണ്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വീട്ടിനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ, സഹോദരന്മാരുടെ മുഖം കാണുമ്പോൾ, തള്ളി ആ കിണറ്റിലേക്ക് ഇട്ട കാര്യം ഓർക്കുമ്പോൾ, അവിടെ നിന്ന് കരഞ്ഞ രംഗങ്ങൾ ഓർക്കുമ്പോൾ, അവിടെ നിന്ന് കെട്ടപ്പെട്ടവരായിട്ട് ഇസ്മായേലിലെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടത് ഓർക്കുമ്പോൾ, സഹോദരന്മാർ ഈ വെള്ളി നാണയങ്ങൾ എണ്ണിയ കാര്യം ഓർക്കുമ്പോൾ, നിശ്ചയമായിട്ടും യോസേഫിന്റെ മനസ്സിൽ നീരസമുണ്ടാകേണ്ടതായിരുന്നു, പകയുണ്ടാകേണ്ടതായിരുന്നു, പ്രതികാരമുണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഈ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ അകമ്പടി നായകന്റെ വീട്ടിലോ ഈ കുണ്ടറയിലോ ഒന്നും ഈ ചിന്തകൾ തൻ്റെ മനസ്സിൽ വരുമ്പോൾ പകയുണ്ടാകാനായിട്ട് നമുക്ക് കാണുന്നില്ല. അവരോട് ക്ഷമിക്കുവാനായിട്ട് എപ്പോഴേ അവൻ ശീലിക്കുകയാണ്. കുണ്ടറയിൽ വെച്ച് തന്നെ അവൻ ശീലിക്കുകയാണ്. അല്ല, ആ സഹോദരന്മാർ വരട്ടെ, വന്ന് കണ്ടിട്ട് അവരുടെ മനോഭാവം എങ്ങനെയെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ആ കാര്യം അവിടെ തീർന്നു. അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇത് തൻ്റെ ഹൃദയത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, പറഞ്ഞ് പഠിപ്പിച്ച് ആ ഫർഗീവ്നെസ്സിന്റെ ആത്മാവിൽ താൻ മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഫ്രൂട്ട്ഫുൾനെസ്സിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈ വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ റിഫൈൻഡ് ക്യാരക്ടർ. എന്തുകൊണ്ട് യോസേഫ് ഫലപ്രദമായിട്ടുള്ള വൃക്ഷമായിട്ട് മാറി? അവൻ നട്ടപ്പോൾ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഫലപ്രദമായത് എന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. ഇല്ല, തൻ്റെ ജീവിത വഴികളിൽ താൻ ഒരു റിഫൈൻഡ് ക്യാരക്ടറായിട്ട് മാറുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49 23 വാക്യം, നേരത്തെ വായിച്ച വാക്യം, ആദ്യം വായിച്ച വാക്യത്തിൻ്റെ 2ാം ഭാഗമാണ്. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. എന്താ? വില്ലാളികൾ അവനെതിരെ എയ്തു അല്ലേ, അവനെ വിഷമിപ്പിച്ചു, അവനോട് പൊരുതു. ഇതൊക്കെയാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ യോസേഫിന് ലഭ്യമായത്. വില്ലാളികളുടെ സ്ഥാനത്ത് ഒരുപക്ഷെ സഹോദരന്മാരായിരിക്കാം, അല്ലെങ്കിൽ പോത്തിഫറിന്റെ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ശിക്ഷാവിധി അനുഭവിച്ച ആൾക്കാരായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അവർ എയ്തു, അവർ വിഷമിപ്പിച്ചു, അവർ പൊരുതു. എന്നാൽ അവിടെയൊന്നും യോസേഫ് എന്ത് ചെയ്തില്ല? യോസേഫ് പക വെച്ച് പുലർത്തിയില്ല. വീണ്ടും താഴോട്ട് വായിക്കുന്നുണ്ട്. ഏതാ? യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ വിലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ
പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനാൽ തന്നെ ഈ വിഷമഘട്ടത്തിലും കുണ്ടറയുടെ സാഹചര്യങ്ങളിലും തന്നെ സഹായിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ ഫ്രൂട്ട്ഫുള്ളായി. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കട്ടകളെ നിവർത്തുവാനായിട്ട് കഴിവുള്ള ഒരു ദൈവം, ആ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ട്, അവൻ്റെ റിഫൈൻഡ് ക്യാരക്ടർ അവനെ ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് നയിച്ചു. മൂന്നാമതായിട്ട് 41-52 വാക്യം, താൻ മിസ്രൈമിൽ ആയിരിക്കുന്ന വേളയിൽ യോസേഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. God has made me fruitful in the land of many afflictions. 41-52 വാക്യം, ഉൽപ്പത്തി 41-52. രണ്ടാമത്തെ മകന് ഒരു പേരിടുകയാണ്, എഫ്രൈം എന്ന് പേരിടുകയാണ്. ആ എഫ്രൈം എന്ന് പേരിടുമ്പോൾ യോസേഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. God has made me fruitful in the land of my afflictions. എൻ്റെ സങ്കടദേശം ഏതാ? എൻ്റെ സങ്കടദേശം ഈജിപ്റ്റ് അല്ലേ? ഈജിപ്റ്റ് യോസേഫിനെ സംബന്ധിച്ച് സങ്കടം മാത്രം നൽകിയ ദേശമാണ്. അപ്പൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ താൻ അടിമയായി വിൽക്കപ്പെട്ട് കൊണ്ടുവന്നത് ഈജിപ്തിലാണ്. ഈജിപ്റ്റ് തൻ്റെ സങ്കടദേശമാണ് അല്ലെ, ദി ലാൻഡ് ഓഫ് മൈ അഫ്ലിക്ഷൻ അല്ലെ. അവിടെ ദൈവം എന്നെ എന്തുള്ളതാക്കി തീർത്തു? എന്നെ ഫലപുഷ്ടിയുള്ളതാക്കി തീർത്തു, എന്നെ ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റി. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. നമ്മൾ വിചാരിക്കുന്നത് ഈ ലാൻഡ് ഓഫ് അഫ്ലിക്ഷൻ ഇതൊക്കെ കടന്നു പോയിട്ട് വേറൊരു സ്ഥലത്ത് പോകണം, അവിടെ ദൈവം എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഇത് സങ്കടദേശമാണ്. ഈ ദേശം ഭയങ്കര പ്രശ്നമുള്ള ദേശമാണ്. ഈ ദേശത്ത് ഒരു ഗുണവുമില്ല, ഒരു നന്മയുമില്ല. ഇനി വർദ്ധിക്കണമെങ്കിൽ, ഇനി ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ എവിടെ പോകണം? വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലേ? ഇല്ല പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടദേശത്ത് ദൈവം നമ്മെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. നാം എവിടെയാണോ സങ്കടം അനുഭവിച്ചത് അവിടെ ദൈവം നമ്മെ വർദ്ധിപ്പിക്കുന്നവരാണ്. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എഫ്രൈമിന് പേരിടുകയാണ്. എഫ്രൈം രണ്ടാമനാണ് അല്ലേ? മൂത്ത ഒരു മകനുണ്ടായിരുന്നു. മകൻ്റെ പേരെന്താണ്? മനശ്ശെ. മനശ്ശെക്ക് പേരിട്ടപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? God has made me forget my trouble അല്ലേ, എൻ്റെ ദുഃഖങ്ങളെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞിട്ടാണ് മനശ്ശെ എന്ന് പേരിടുന്നത്. നമ്മൾ ഈ പിള്ളേർക്കൊക്കെ പേരിടുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? യോസേഫിന് മിസ്രൈമിൽ വെച്ച് 2 മക്കളുണ്ടായി. തൻ്റെ സങ്കടദേശമായിരുന്നു. എന്താ സങ്കടം? അപ്പൻ കൂടെയില്ല. അപ്പൻ്റെ സ്നേഹം അനുഭവിച്ച് കൊതി തീരുന്നതിന് മുമ്പേ അതിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെട്ടവരാണ്. സഹോദരന്മാർ തനിക്കെതിരെ നിന്നതാണ്. താൻ ഈ ദേശത്ത് വന്നിട്ടും തനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും പച്ച പിടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ഇതാ പ്രശ്നങ്ങൾ വരികയാണ്, കാരാഗ്രഹത്തിലാകുകയാണ്. അതെ, പ്രതി എന്നുള്ള നമ്പറൊക്കെ ഇടുകയാണ് അല്ലെ. കാരാഗ്രഹത്തിൽ സ്വന്തം വസ്ത്രം ധരിച്ച് പോകാൻ പറ്റുമോ? ഇല്ലേ? നമുക്കറിയാം, പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ കാരാഗ്രഹത്തിലുള്ളവർക്ക് എന്തോ വസ്ത്രമുണ്ട്? പ്രത്യേക വസ്ത്രമാണ് അല്ലേ? പ്രത്യേക വസ്ത്രമാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ടേ അതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ. അവൻ്റെ നിലയെങ്കിലും കൊണ്ടൊന്നും അവിടെ പോകാൻ പറ്റത്തില്ല. ഇല്ല, അതില്ല. ഇനി അല്ല, വേറെ സാധാരണ വസ്ത്രം ധരിക്കാനില്ല. അത് സങ്കടദേശമാണ്. ആ ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എഫ്രൈം എന്ന പേര് കൊടുക്കുകയാണ്. ഓക്കെ, മിസ്രൈം യോസേഫിന് സങ്കടം മാത്രം നൽകിയ ഒരു ദേശമാണ്. He was sold as a slave, punished for his innocence. ഒരു അടിമയായിട്ട് വിൽക്കപ്പെട്ടവൻ, തൻ്റെ നിരപരാധിത്വത്തിൽ ശിക്ഷിക്കപ്പെട്ടവൻ, ലെഫ്റ്റ് അലോൺ ഫ്രം ഫാമിലി, എവേ ഫ്രം ഹൗസ് ഹോൾഡ്, വീട്ടിൽ നിന്ന് അകറ്റപ്പെട്ടവനായിട്ട്, ഒറ്റപ്പെട്ടവനായിട്ട് താൻ തീരുകയാണ്. സാപ്നസ് പനേഹ് എന്ന പേരൊക്കെ ഉണ്ട്. എന്താ? ഫറവോനൊരു പേര് കൊടുത്തു. എന്താ? സാപ്നസ് പനേഹ്. ഈ പേരൊന്നും തനിക്കെന്ത് നൽകുന്നില്ല, ഒരു മാറ്റവും നൽകുന്നില്ല. തൻ്റെ സങ്കടത്തിനെ മാറ്റുവാനായിട്ട് അത് മതിയാകുന്നതായിരുന്നില്ല. കൊട്ടാരത്തിൽ അവന് അവസരങ്ങൾ കൊടുത്തു, അവന് അധികാരങ്ങൾ കൊടുത്തു, അവന് മുദ്രമോതിരമൊക്കെ കൊടുത്തു. അതൊന്നും തൻ്റെ സങ്കടത്തെ മാറ്റുന്നതായിരുന്നില്ല. ഓക്കെ,
ദൈവം നൽകിയ കനൽ വഴികളിലൂടെ ഇവൻ നടന്നു നീങ്ങുകയാണ്. അവൻ സാധാരണ നീങ്ങുകയാണ്. ഇത് സങ്കടദേശമാണ് പ്രിയമുള്ളവരെ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. പ്രിയമുള്ളവരെ, സങ്കടങ്ങളുണ്ട്. സങ്കടങ്ങളിലെല്ലാം പൊൻകരങ്ങളാൽ താങ്ങി, സങ്കടങ്ങളിലെല്ലാം പൊൻകരങ്ങളാൽ താങ്ങി, സങ്കേതം നെഞ്ചിലേ സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിനാണ് നാം ആശ്രയിക്കുന്നത്. സങ്കടങ്ങളൊക്കെ മാറും, വിഷമങ്ങളൊക്കെ മാറും, രോഗങ്ങളൊക്കെ മാറും. നമ്മുടെ കർത്താവ് സങ്കേതം നെഞ്ചിലേക്കുന്നവനാണ്. അവന്റെ മാർഗത്തിൽ നമ്മെ വഹിക്കുന്നവനാണ്. ഈ സങ്കടങ്ങളിൽ പൊൻകരങ്ങളാൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ വീടത്തോളം ചുമക്കുന്നവനാണ്. മാത്രമല്ല, നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. സങ്കടദേശത്താണ് എങ്കിലും ദൈവം വർധനയെ നൽകുന്നവനാണ്. നമ്മെ ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റുവാനായിട്ട് ഇതെല്ലാം അതിന് ഉപകരിക്കും. ഓക്കെ, എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ സ്ത്രീയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടങ്ങൾ വളരെ ഭീകരമാണ്, മരണത്തോളമായിപ്പോയി. എന്നാൽ ഞങ്ങൾ ഈ കഷ്ടതയിലായത് ഗുണമായി. എന്താ? കഷ്ടതയുള്ള മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാനായിട്ട് ഇതൊക്കെ ഒരു പാഠമായിട്ട് തീരും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുവദിക്കുന്ന വഴികൾ അത് സങ്കട വഴികളാണെങ്കിലും കർത്താവിൻ്റെ മാർഗ്ഗത്തിൽ സങ്കേതമായിട്ട് നമുക്ക് അഭയം കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. യോസേഫിന് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, വലിയ ബോധ്യമുണ്ടായിരുന്നു. God has sent me ahead to preserve life. ജീവരക്ഷയ്ക്കായിട്ട് മുൻകൂട്ടി ദൈവം എന്നെ അയച്ചതാകും. 50-ാം അധ്യായത്തില് യോസേഫ് സഹോദരന്മാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം മുൻകൂട്ടി എങ്ങോട്ട് അയച്ചതാണ്? മിസ്രൈമിലേക്ക് അയച്ചതാണ്. അനേകരുടെ ജീവരക്ഷയ്ക്കായിട്ട്, യാക്കോബിന്റെ കുടുംബത്തിന്റെ ജീവസന്ധാരണത്തിനായിട്ട് അല്ല, മശിഹയുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം മുൻകൂട്ടി അയച്ചതാകും. God is sending you with a mission. കഷ്ടതയിൽ ഒരു ഉദ്ദേശത്തോടുകൂടെ ഒരു ദൗത്യവുമായിട്ട് ദൈവം നിങ്ങളെ പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ ഫലപ്രദമാക്കി തീർക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കഷ്ടതയൊക്കെ മാറി 2 മക്കളൊക്കെ ജനിച്ചു. താൻ വിചാരിച്ചു അവിടെ തൻ്റെ ജീവിതം അവസാനിക്കുമെന്ന്. എന്നാൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ സ്വന്തം കുടുംബത്തെ അവിടെ കൊണ്ടുവരികയാണ്, അപ്പനെ അവിടെ കൊണ്ടുവരികയാണ്. അല്ലേ? എത്ര വർഷമാണ് അപ്പനെ നോക്കിയത്? എത്ര വർഷമാണ് അപ്പനെ ശുശ്രൂഷിച്ചത്? തൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരം അല്ലേ? അപ്പോൾ യാക്കോബ് മിസ്രൈമിലേക്ക് വന്നപ്പോൾ 130 വയസ്സായിരുന്നു. 28-ാം വാക്യം 47, 47:28. യാക്കോബ് മിസ്രൈം ദേശത്ത് വന്നിട്ട് 17 സംവത്സരം ജീവിച്ചിരുന്നു. 17 വർഷം അപ്പനെ ശുശ്രൂഷിക്കാനുള്ള അവസരം ആർക്ക് കിട്ടി? യോസേഫിന് കിട്ടി. തൻ്റെ സങ്കടങ്ങൾ എല്ലാം മാറുകയാണ്. അപ്പനെ കാണുവാൻ, അപ്പനെ ശുശ്രൂഷിക്കുവാൻ, അപ്പനെ കിടത്തുവാൻ, അപ്പനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, അപ്പനെ വടിയോടുകൂടെ നടത്തുവാനായിട്ട് യോസേഫിനിടയായി. സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവം. ഓക്കെ, ലോർഡ് ഓഫ് മൈ അഫ്ലിക്ഷൻസ്, ലോർഡ് ഓഫ് മൈ ഫ്രൂട്ട്ഫുൾനെസ്. സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ദൈവം. ഞാനതിലേക്ക് കൂടുതൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോസേഫ് മരണപ്പെടുകയാണ്. മരണപ്പെടുന്നതിന് മുമ്പായിട്ട് സഹോദരന്മാരെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 50-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 15. ഓക്കെ, അതിൻ്റെ 24-ാമത്തെ വാക്ക്.
സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 25-ാം വാക്യം, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, ഞാനിതാ ഇവിടെ മരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും മിസ്രൈമാണല്ലോ, ഇവിടെ എല്ലാ കാര്യങ്ങളും തീരും. ഇല്ല സഹോദരന്മാരെ, ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. നീണ്ട 430 വർഷങ്ങൾ ഒരുപക്ഷെ കടന്നുപോയി എന്ന് വന്നേക്കാം. ഈ ദേശം എന്ന് പറയുന്നത് നമ്മുടെ ദേശമല്ല. ദൈവം നിങ്ങളെ സന്ദർശിക്കും, ഇവിടെ നിന്ന് മടക്കിക്കൊണ്ടുപോകും. ഞാനിത് അവിടെ മരിക്കുന്നുണ്ട്. എന്താ? എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എങ്ങോട്ട് കൊണ്ടുപോകണം? കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണം. അവരോട് പറഞ്ഞ് സത്യം ചെയ്യിക്കുക. യോസേഫ് മരിച്ചു, അവൻ്റെ ശവം എന്ത് ചെയ്തു? ശവപ്പെട്ടിയിൽ വെച്ചു. വർഷങ്ങൾ 400 കഴിഞ്ഞു. എത്രയോ ഫറവോന്മാർ അവിടെ വന്നു. അവസാനം വായിക്കുന്നത് യോസേഫിനെ അറിയാത്ത ഫറവോൻ അവിടെ ഭരണത്തിൽ വന്നു എന്നാണ്. ആ കാലഘട്ടത്തിലാണ് മോശയെ ദൈവം നിയോഗിച്ചയക്കുന്നത്. ഈ അസ്ഥികൾക്ക് എന്ത് പറ്റി നിങ്ങൾക്കറിയാമോ? യോസേഫിന്റെ അസ്ഥികൾ ശവപ്പെട്ടിയിൽ മിസ്രൈമിൽ അടക്കപ്പെട്ടിരുന്നുവോ? മിസ്രൈമിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്നുവോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവം ഈ ജനത്തെ സന്ദർശിക്കുമോ? എന്താ സംഭവിച്ചത്? പുറപ്പാട് പുസ്തകം 13-19 വാക്യം. പുറപ്പാട് പുസ്തകം 13-19. പുറപ്പാട് പുസ്തകം 13-19. മോശെ യോസേഫിന്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോന്നു. ആരാ ഉത്തരവാദിത്തം? മോശ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? ലേവ്യ കുടുംബങ്ങളെയോ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? ഇല്ല, മോശ തന്നെ അതിന്റെ ഉത്തരവാദിത്തം എടുക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? യോസേഫിന്റെ അസ്ഥികളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യോസേഫിന്റെ അസ്ഥികളെ സേഫായിട്ട് എടുത്തോണ്ട് പോവുകയാണ്, അല്ലേ? ഇനി യോശുവയുടെ പുസ്തകം 24-32 വാക്യം. യോശുവയുടെ പുസ്തകം 24-32. ഇസ്രായേൽ മക്കൾ യോസേഫിന്റെ അസ്ഥികളെ ശേഖേമിൽ അടക്കം ചെയ്തു. ആര് മരിച്ചതിന് ശേഷമാണ്? യോശുവയും മരിച്ചതിന് ശേഷമാണ്. എന്താ? യോശുവയും മരിച്ചതിന് ശേഷം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? യോസേഫിന്റെ അസ്ഥികളെ ശേഖേമിൽ അടക്കം ചെയ്തു. യോസേഫിന്റെ ഫ്രൂട്ട്ഫുൾനെസ് അവന്റെ ജീവിതകാലത്ത് തീരുന്നതല്ല. അവനെ ശവപ്പെട്ടിയിൽ വെച്ചപ്പോൾ തീരുന്നതല്ല. അവന്റെ അസ്ഥികൾ ഉണങ്ങി ദ്രവിച്ചപ്പോൾ തീരുന്നതല്ല. കാലാകാലങ്ങളിലായിട്ട് ചുമന്ന് നീക്കിയപ്പോൾ മണ്ണിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ തീരുന്നതല്ല. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഒരു ചോദ്യമുണ്ട്. ഈ അസ്ഥികൾ ജീവിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കുന്നു. യോസേഫിന്റെ അസ്ഥികൾ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിൽ, ഈ ഭൂമിയിൽ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ യോസേഫ് ഫലപ്രദമായുള്ള വൃക്ഷം എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. എന്തുകൊണ്ടാ? അവൻ നശിച്ചു പോകും. എന്നാൽ യോസേഫ് നശിച്ചു പോയതല്ല. അവന്റെ അസ്ഥികൾക്ക് ഒരു ചരിത്രം പറയുവാനായിട്ടുണ്ട്. ഒരു വലിയ പ്രത്യാശയുണ്ട് പ്രിയമുള്ളവരെ. ശവപ്പെട്ടിയിൽ ഉള്ളടക്കം ചെയ്യുന്ന ശരീരത്തിനും അസ്ഥികൾക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്. ഇത് ഒരു നാൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ജീവൻ പ്രാപിക്കാൻ പോവുകയാണ്. അസ്ഥികളുടെ മേൽ ദൈവത്തിന്റെ വചനം ഇറങ്ങുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ അസ്ഥികളെ കൂട്ടിയോജിപ്പിക്കുവാൻ പോവുകയാണ്. ഞരമ്പുകൾ മെടയുവാൻ പോവുകയാണ്. മാംസം വച്ചു പിടിപ്പിക്കുവാൻ പോവുകയാണ്. അത് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ പോവുകയാണ്. ഈ മൃതന്മാർ ജീവിക്കുമോ? ജീവിക്കും. ശവപ്രപനപ്പുറത്ത് ഒരു വലിയ പ്രത്യാശ, ഒരു വലിയ ഫ്രൂട്ട്ഫുൾനെസ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. യോസേഫ് ഫലപ്രദമായിട്ടുള്ള വൃക്ഷം. ദൈവം നമ്മെ സഹായിക്കണം. ഞാൻ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ നിവർന്നു നിൽക്കുവാനാക്കി. അവൻ്റെ ജീവിതത്തിലെ രൂപാന്തരവും അവൻ്റെ സ്വഭാവ രൂപീകരണവും ഒക്കെ കുണ്ടറയിൽ നിന്ന് അവനെ കൊട്ടാരത്തിലേക്ക് മാറ്റുവാനായിട്ട് കാരണമായി. സങ്കടദേശത്തായിരുന്നെങ്കിലും ആ സങ്കടദേശത്തിൽ തന്നെ
അവൻ ഫ്രൂട്ട്ഫുൾനെസ് അവൻ ഫലപ്രദമായിട്ട് അവൻ വർദ്ധിക്കുന്നവനായിട്ട് തീർന്നു. മാത്രമല്ല, അവൻ്റെ മരണം കഴിഞ്ഞാലും ആ ഫ്രൂട്ട്ഫുൾനെസ് അവസാനിക്കുന്നില്ല. അവൻ്റെ അസ്ഥികൾക്ക് ഒരു വലിയ പ്രത്യാശ പറയാനുണ്ട്. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികളാണ്. ദൈവം തൻ്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുകയാണ്. വലിയ വില കൊടുത്ത് നമ്മെ വാങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അവൻ പകർന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ആർക്കും പിടിച്ചടക്കുവാൻ കഴിയാതെ വണ്ണം, ആർക്കും ഒളിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ആർക്കും തകർക്കുവാൻ കഴിയാതെ വണ്ണം പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ അസ്ഥികൾ നമ്മെ വിട്ടുപിരിഞ്ഞവർ, കർത്താവിന് വേണ്ടി ജീവൻ വെച്ചവർ, കർത്താവിൽ തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് കർത്താവിന്റെ ക്രൂശിൽ ശരണം പ്രാപിച്ചവർ, അവർ ആരുമായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, അവരെല്ലാം പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിൽ പ്രഭാതത്തിൽ യുവാക്കളായ മഞ്ഞുകളെ പോലെ അവർ പുറത്തു വരും. അവർ കർത്താവിനെ എതിരേൽക്കുന്നതിന് സംശയമില്ല. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ രണ്ടാമതായിട്ട് നിരയായിട്ട് ജീവനോടെ ശേഷിക്കുന്ന അവരോടൊരുമിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഈ വലിയ പ്രത്യാശയുടെ കൂടാരങ്ങളാണ് നാം ഓരോരുത്തരും. ജീവിതത്തിലെ കഷ്ടതകളുടെ മധ്യേ, നിരാശകളുടെ മധ്യേ, പോരാട്ടങ്ങളുടെ മധ്യേ, സമ്മർദ്ദങ്ങളുടെ മധ്യേ നാം ഉപേക്ഷിക്കപ്പെടുന്നവരല്ല. കർത്താവ് നമ്മോടുകൂടെയുണ്ട്. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവനായിട്ട് ജീവിക്കാൻ ദൈവാത്മാവ്